ഇന്നൊരു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇനി ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കാം. ആർക്കൊക്കെ എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രവർത്തിക്കാൻ മനസ്സ് തോന്നിക്കുമെന്നറിയില്ലല്ലോ. അയ്യോ പാവമുണ്ടല്ലോ, എത്ര പ്രാവശ്യം ഇപ്പം പറയുന്നു ഒന്ന് ചെയ്തേക്കാം എന്ന് തോന്നിയാലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതൊന്ന് ചെയ്യാൻ പറ്റുന്നവർ ചെയ്തു വന്നേക്കാം. ഓക്കെ. മറ്റൊന്ന് പറയാം, സംസാരം ആവശ്യമാണ്, കൂടുതലാവരുത്. അതായത് ഒരുപാട് ഉച്ചത്തിൽ സംസാരിക്കുന്നതാണ് ഏറ്റവും പ്രശ്നമുള്ളത്. പിന്നെ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കാട് കയറി ആകെ വഴക്കാവുന്ന രീതിയിലുള്ള സംസാരം, അതൊക്കെയാണ് ശരീരത്തിന് ഹാനികരമാണ്. പക്ഷെ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങി അടുത്തടുത്തുള്ള വീടുകളിൽ എല്ലാവരും കൂടെ ഒക്കെ ഒന്ന് സംസാരിച്ച് അങ്ങനെ ഒന്ന് മൈൻഡ് ഫ്രീ ആക്കുക. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ നല്ലതും കിട്ടും, മോശം കിട്ടും. ആ മോശമുള്ളതിനൊന്നും നമുക്ക് വേണ്ട, ഇല്ലേ? നമ്മൾ എത്ര നല്ല സാധനമാണെങ്കിലും അതിൽ മോശമുണ്ടെങ്കിൽ അതിനെ മാറ്റി വയ്ക്കും, ഇല്ലേ? അതായത് ഗോൾഡിന് ഇങ്ങനെ വില കുതിച്ചു കയറുക സ്വർണ്ണത്തിന്. പക്ഷെ നമുക്ക് ഒരു മാല നമ്മുടെ പൊട്ടിയതാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഇടത്തില്ല, അത് മാറ്റി വയ്ക്കും. ഒന്നുകിൽ മാറി വാങ്ങിക്കാം, അല്ലെങ്കിൽ വിളക്കി ചേർക്കാം എന്നുള്ള രീതിയിലല്ലേ. അതുപോലെ തന്നെ മോതിരമോ കമ്മലോ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ശരീരത്ത് കുത്തിക്കൊള്ളുന്നതാണ്. സ്വർണ്ണത്തിന് കുത്തിക്കൊള്ളുന്ന സൈസിലെ ആഭരണങ്ങളാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമോ? ഇല്ലല്ലോ. അത്ര വിലപിടിപ്പാണല്ലോ, അത് മാറ്റി വയ്ക്കും. എന്താണ്? നമ്മുടെ ശരീരത്തിന് നോവും. അതേപോലെ തന്നെയാണ് സംസാരങ്ങൾ. പലരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാം, ഓരോരുത്തരുടെയും മനസ്സ് വ്യത്യസ്തമായ ചിന്തകളാണ് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന മറുപടി ആയിരിക്കില്ല നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് അവർ തരുന്നത്, അല്ലേ? നമ്മൾ വലിയ കാര്യമായിട്ട് വലിയ സ്നേഹത്തോടെ കാര്യമായി ചോദിക്കുന്നതിന് ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോക്കായിപ്പോയി. അയ്യോ, ചോദിക്കേണ്ടിയിരുന്നില്ല, എന്തോ മനസ്സായ എന്തൊരു സ്വഭാവം, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. കാരണം ചില വ്യക്തികൾ അങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് അയാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് സംസാരിക്കണം. സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ മനസ്സിന് നമുക്ക് വേദനിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാകുമ്പോൾ നമ്മൾ വിചാരിക്കില്ല, എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ, അയാളങ്ങനെയാണ്, അയാളുടെ രീതി അങ്ങനെ, അയാളുടെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അയാൾ മാറ്റാൻ ഇതാവത്തില്ല. അപ്പം നമ്മളെന്താണ്, അവരിൽ നിന്ന് അകലം പാലിക്കുക, അതാണ് നമുക്ക് നല്ലത്. അപ്പം നമ്മൾ സംസാരിക്കണം, വീട്ടുകാർ തമ്മിൽ സംസാരിക്കണം, അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ടൊന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തണം കുറച്ച് നേരം. പക്ഷെ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലുതെന്ന് വെച്ചാൽ ഈ ഫോണിൻ്റെ അധികമായിട്ടുള്ള ഉപയോഗം. എന്താ, ഒരു 2 മിനിറ്റ് സമയം കിട്ടിയാൽ അത്രയും സമയം ഫോൺ നോക്കാനായിട്ട് ചിലവാക്കുക. അപ്പോൾ ആ ഫോൺ എന്താക്കി വെച്ച് ഒരു കാര്യം പറഞ്ഞോട്ടെ അങ്ങോട്ട് പറയുക, അങ്ങനെ സംസാരിച്ച്. അപ്പം നിങ്ങൾക്ക് ഫോണിൽ നിന്ന് കിട്ടുന്ന ഒരു രസം, ഒരു സന്തോഷം ചുറ്റുപാടുമുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോണിനെ ഉപേക്ഷിച്ച് ഈ വ്യക്തികളുടെ അടുത്തേക്ക് വരും. അപ്പം ഫോണിൽ നിന്ന് കിട്ടുന്ന എന്തോ അത് തന്നെ വെളിയിൽ നിന്ന് കിട്ടണം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഫോണിൽ നിന്ന് ഇപ്പുറത്തോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഫോണിനെ കുറച്ച് മാറ്റി വെച്ച് വീട്ടുകാരുമായി സംസാരിക്കും. ഫോണിൽ നോക്കിയാൽ എന്താണ്, നാട്ടുകാര്യങ്ങളും പലരുടെയും കാര്യങ്ങളും അറിയാൻ പറ്റും. പക്ഷെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വീട്ടുകാരുമായി സംസാരിക്കണം. അപ്പം വീട്ടിലുള്ളവരുമായിട്ട് സംസാരിച്ചെങ്കിൽ മാത്രമേ പല കാര്യങ്ങളും നമുക്കറിയാൻ പറ്റുള്ളൂ, അല്ലേ? ഇല്ലെങ്കിൽ ബന്ധങ്ങളാകുന്നതെന്ന് പോകും. ജസ്റ്റ് വീട്ടിൽ പേയിങ് ഗസ്റ്റുകളായിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ആ കാണുമ്പം ചിരിക്കുന്നവരൊക്കെ ആയിട്ടോ അങ്ങനെയൊക്കെ മാറും. അതിനെ സംബന്ധിച്ചൊരു പരസ്യം തന്നെ ഉണ്ട് ഇപ്പോൾ. ഒരു ചായപ്പൊടിയുടെ പരസ്യമാണ്, സത്യമാണ്. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ വീടിനകത്തുണ്ടായിട്ടുണ്ട്. അപ്പം അത് നമ്മൾ നോക്കി കണ്ടുമൊക്കെ ചെയ്യുക. അപ്പം നിങ്ങളുടെ മനസ്സും ശാന്തം.
കേൾക്കുന്നവർക്കും കാണുന്നവർക്കും എല്ലാം പഴയ രീതിയിൽ നല്ല കെട്ടുറപ്പുള്ള കുടുംബമായി മാറും. ഓക്കെ.